എങ്ങനെയാണ് സൂര്യനാരായണ അയ്യർ ഗ്രേറ്റ് ആകുന്നത്? അയ്യർ ഗ്രേറ്റ് ആകുന്നത് അയാൾക്ക് സിക്സ്ത് സെൻസ് അഥവാ ആറാം ഇന്ദ്രിയം ഉള്ളതുകൊണ്ടാണ്. എന്താണ് ആറാം ഇന്ദ്രിയം? വരാനിരിക്കുന്നതിനെ പറ്റി മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവ്. ഈ കഴിവാണ് അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമയിലൂടെ സംവിധായകൻ ഭദ്രൻ നമുക്ക് കാട്ടിത്തന്നത്. ഈ കഥയുടെ ബീജം ഭദ്രൻ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാമോ? മധുരയിലെ ഒരു സൈക്കിൾ കടക്കാരന് ഇടിവെട്ടിയപ്പോൾ കിട്ടിയ ആറാം ഇന്ദ്രിയം. അയാൾ പ്രവചിച്ചതെല്ലാം സത്യമായി. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറായ അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമയ്ക്ക് പിന്നിലെ യഥാർത്ഥ കഥ ഇതാണ്. സിനിമ അവസാനിച്ചു. ഭദ്രനും സൂപ്പർ ഗുഡ് ഫിലിംസിലെ ചൗധരിയും പുറത്തേക്ക് പോയി. എന്നാൽ പ്രൊഡ്യൂസർ ആർ മോഹൻ എഴുന്നേറ്റില്ല. ആരോടും ഒന്നും മിണ്ടിയതുമില്ല. നഷ്ടബോധം മോഹനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും മോഹനെ കാണാഞ്ഞ് ഭദ്രൻ വീണ്ടും തിയേറ്ററിലേക്ക് കയറി ചെന്നു. മോഹൻ്റെ കണ്ണുകൾ വിങ്ങിക്കലങ്ങിയിരിക്കുന്നു. മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു. ഭദ്രൻ ചോദിച്ചു, എന്താ മോഹൻ, എന്തുപറ്റി? ഒന്നുമില്ല. ഇത്രയും സാധ്യതയുള്ള ചിത്രമാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ രതീഷിനെ ഇതിൽ ഉൾപ്പെടുത്തില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഈ ചിത്രം നിർമ്മിക്കുമായിരുന്നു. ഈ ചിത്രം 100 ദിവസം പൂർത്തിയാക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അയ്യർ ദ ഗ്രേറ്റിൻ്റെ പ്രിവ്യൂ കണ്ടിറങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം. മോഹൻ്റെ വാക്കുകൾ സത്യമായി. ഭദ്രൻ സംവിധാനം ചെയ്ത അയ്യർ ദ ഗ്രേറ്റ് മദ്രാസിലെ സഫയർ തിയേറ്ററിൽ 100 ദിവസം പ്രദർശിപ്പിച്ചു. 1987 ഇടനാഴിയിലൊരു കാലച്ച എന്ന സിനിമ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ഭദ്രൻ. തോംസൺ ഫിലിംസിനു വേണ്ടി ഒരു ചാരക്കഥയാണ് തുടർന്ന് സിനിമയാക്കുന്നത്. ചിത്രത്തിൻ്റെ പേര് സിദ്ധാർത്ഥ. ഇതിൻ്റെ കുറച്ചു ഭാഗം മമ്മൂട്ടിയെ വെച്ച് രാജസ്ഥാനിലെ ജയ്സൽമേറിലും കുറച്ചു ഭാഗം ഊട്ടിയിലും ചിത്രീകരിച്ചു. ഒരാഴ്ചത്തെ ഷൂട്ടിങ്ങിന് ശേഷം ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നു. ഭദ്രൻ പിന്നീട് മദ്രാസിലേക്ക് മടങ്ങി. ഈ യാത്രയിൽ ഭദ്രൻ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു, ഡോക്ടർ നരേന്ദ്രൻ. അദ്ദേഹം മദ്രാസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നരേന്ദ്രനെ ഭദ്രൻ വീണ്ടും കണ്ടു, ഒരു ക്ലബിൽ വെച്ച്. അന്ന് ഒരുപാട് നേരം ഇരുവരും സംസാരിച്ചു. അപ്പോഴാണ് ഡോക്ടർ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞത്. മധുരയിലെ ഒരു സൈക്കിൾ കടക്കാരനാണ് രോഗി. ഒരിക്കലും ഒരു ഇടി വെട്ടിയപ്പോൾ അയാളുടെ കണ്ണൊന്ന് അടഞ്ഞു തുറന്നു. പിന്നെ അയാൾക്ക് കണ്ണടയ്ക്കാനാകുന്നില്ല. ദിവസങ്ങളോളം ഈ സ്ഥിതി തുടർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കണ്ണിന് വേദനയും കണ്ണിൽ വെള്ളം നിറയാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ മധുരയിലെ വണ്ണിയർ ജാതിക്കാർക്കിടയിൽ ഒരു കലാപമുണ്ടാകുമെന്നും ആ കലാപത്തിൽ ഒരു പ്രത്യേക മനുഷ്യൻ കൊല്ലപ്പെടുമെന്നും അയാൾ പറഞ്ഞു. പ്രവചനത്തിൽ പറഞ്ഞ ദിവസം തന്നെ അത് സംഭവിച്ചു. അയാൾ പറഞ്ഞ മനുഷ്യൻ മരിച്ചു. പിന്നെയും അയാളൊരു പ്രവചനം നടത്തി. മധുര ജില്ലയോട് ചേർന്നുള്ള ഡാമിൽ 3 പേരുടെ ശവം കാണുമെന്ന്. അതും സത്യമായി. മനുഷ്യൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണിത്. മെഡിക്കൽ സയൻസിൽ ഡോർമൻ സ്റ്റേജ് എന്ന് പറയും. ഡോക്ടർ വിശദീകരിച്ചു. എല്ലാ മനുഷ്യനും ഈ അവസ്ഥ ഉണ്ടാകാമെന്നും എക്സ്പ്ലോസീവായി എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. ഇത് സിനിമയ്ക്ക് പറ്റിയ ഒരു ആശയമാണെന്ന് ഭദ്രന് തോന്നി. ഇതിന് വളരെ മുൻപ് തന്നെ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ചെറുകഥ ഭദ്രൻ വായിച്ചിരുന്നു. അതിലൊരു തത്തയുണ്ട്. അതിൻ്റെ ഉടമസ്ഥന് തത്തയുമായി വളരെ വർഷങ്ങളുടെ ആത്മബന്ധമുണ്ട്. ഒരു ദിവസം ഈ തത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉടമസ്ഥനുമായി പിണങ്ങി ദൂരേക്ക് പറന്നുപോയി. ഉടമ തത്തയെ പിന്തുടർന്ന് ഒരു മരത്തിൻ്റെ അടുത്തെത്തി. മരത്തിൻ്റെ ഓരോ ചില്ലകളിൽ മാറി മാറി പറന്നു പോകുന്ന തത്തയെ പിന്തുടർന്ന് അയാൾ മരത്തിലെ കൊമ്പുകൾ ഓരോന്നായി ചവിട്ടിക്കയറി. തത്തയെ പിടിക്കാനുള്ള വ്യഗ്രതയിൽ അയാൾ മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പ് വരെ എത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ താൻ വേറൊരു ലോകത്ത് എത്തിയതുപോലെ തോന്നി. പിന്നീട് കുറേയേറെ സമയം കഴിഞ്ഞ് ആൾക്കാർ ഒത്തുകൂടി ഒരു ക്രോളർ ക്രെയിൻ ഉപയോഗിച്ച് അയാളെ താഴെ ഇറക്കി. തത്തയും ഉടമസ്ഥനും തമ്മിലുള്ള ആത്മബന്ധം സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ കഥയുടെ ഇതിവൃത്തം. നല്ല വായനാശീലമുള്ള ആളായ ഭദ്രൻ ഡോക്ടർ തന്നോട് പറഞ്ഞ സംഭവങ്ങളും ഉടമസ്ഥൻ തത്തയെ തേടിപ്പോയ കഥയും തമ്മിൽ ഒരു സമാനത കണ്ടെത്തി. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തയിലാണ്ടു. 3-4 ദിവസം കഴിഞ്ഞു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലെയും പോലെ അന്നും ഭദ്രന് വ്രതമാണ്. വൈകിട്ട് 7:30 കഞ്ഞി കുടിച്ചു. പിന്നെ വീടിൻ്റെ ഉമ്മറത്തെ ചാരുകസേരയിൽ കിടന്ന് ഒന്ന് മയങ്ങി. ആ മയക്കത്തിൽ ഭദ്രൻ ഒരു സ്വപ്നം കണ്ടു. ഒരു വൻ വൃക്ഷം, അതിനു മുകളിൽ ചന്ദനക്കുറിയിട്ട് കസവ് മുണ്ടെടുത്ത് മമ്മൂട്ടി ഇരിക്കുന്നു. മുകളിലെ കൊമ്പിൽ ഒരു മാടത്ത. എടി മൈത്രി എന്ന് മമ്മൂട്ടി അതിനെ വിളിക്കുന്നു. പെട്ടെന്ന്
ഭദ്രൻ ഞെട്ടി ഉണർന്നു. പിറ്റേന്ന് രാവിലെ പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോൾ ഈ സ്വപ്നം ഭദ്രൻ്റെ മനസ്സിൽ കടന്നു വന്നു. അപ്പോൾ ഒരു പേര് തോന്നി, സൂര്യനാരായണൻ. തലേന്ന് കണ്ട സ്വപ്നത്തിലെ എടി മൈത്രി എന്ന വിളിയെക്കുറിച്ചായി പിന്നീടുള്ള ചിന്ത. എടി മൈത്രി എന്ന് വിളിക്കണമെങ്കിൽ അത്രയും അടുപ്പമുണ്ടാകണമെന്നും അങ്ങനെയൊരു അടുപ്പമുണ്ടാകണമെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ആളായിരിക്കുമെന്നും അയാൾ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ആളാകണമെന്നും ഭദ്രൻ കണക്കുകൂട്ടി. ചിന്തകൾ ഇങ്ങനെ വളർന്നപ്പോഴാണ് സൂര്യനാരായണന് അമ്മയും ഭാര്യയും ഉണ്ടായത്. ഈ സമയത്ത് നടൻ രതീഷ് ഒരിക്കൽ ഭദ്രൻ്റെ വീട്ടിൽ വന്നു. അന്ന് രതീഷ് ചക്കിക്കൊത്തൊരു ചങ്കരൻ എന്ന ചിത്രം നിർമ്മിച്ച് പൂർത്തിയാക്കി വച്ചിരിക്കുകയാണ്. ഭദ്രനുമായി വർഷങ്ങളുടെ സൗഹൃദം രതീഷിനുണ്ട്. അതുവഴി വന്നപ്പോൾ ചുമ്മാ ഒന്ന് ഭദ്രനെ കാണാൻ വേണ്ടി രതീഷ് കയറിയതാണ്. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭദ്രൻ രതീഷിനോട് ചോദിച്ചു, രതീഷേ, ഒരു കഥ കേൾക്കുന്നോ? അതിനെന്താ എന്ന് രതീഷ് ഉത്തരം പറഞ്ഞു. അത് കേട്ടതും ഭദ്രൻ പറഞ്ഞു, വൈകുണ്ഠം സൂര്യനാരായണൻ കഥാപാത്രത്തിൻ്റെ പേര്. എങ്ങനെയുണ്ട്? പേര് കൊള്ളാം, കഥ പറയൂ. കഥയൊന്നുമായിട്ടില്ല, 2-3 കഥാപാത്രങ്ങളും കുറച്ച് സംഭവങ്ങളുമായി തുടർന്ന് ഉണ്ടായ കഥ പറഞ്ഞു. അപ്പോഴാണ് മൈത്രി എന്ന തത്ത വികസിക്കുന്നത്. പണ്ട് ഭദ്രൻ്റെ വീട്ടിൽ ഒരു തത്തയെ വളർത്തിയിരുന്നു. അച്ഛൻ്റെ ഇളയ സഹോദരി രാഗിണി അമ്മായിയുമായി ഹൃദ്യമായൊരു ബന്ധം തന്നെ ആ തത്തയ്ക്കുണ്ടായിരുന്നു. അത് മരിച്ചപ്പോൾ കരഞ്ഞു കരഞ്ഞ് അവർക്ക് പനി പിടിച്ചു. അതുപോലെ അടുപ്പമുള്ള ഒരു തത്തയായിരിക്കണം മൈത്രി. മൈത്രി പറന്നു പോകുന്നു. അത് നഷ്ടപ്പെടുമെന്ന ചിന്തയിൽ സൂര്യനാരായണൻ തത്തയുടെ പിന്നാലെ മാനം മുട്ടി നിൽക്കുന്ന മരത്തിൽ കയറുന്നു. കയറി കയറി ഒരുപാട് മുകളിലെത്തുമ്പോൾ ഇത്രയും ഉയരത്തിൽ കയറിയോ എന്ന ചിന്തയുണ്ടാകുന്നു. ഇനി എങ്ങനെ ഇറങ്ങുമെന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു എക്സ്പ്ലോഷനിൽ നിന്ന് കഥ വികസിക്കുന്നു. സൂര്യയുടെ 6ാം ഇന്ദ്രിയം പ്രവർത്തനം തുടങ്ങുന്നു. അതോടെ കുടുംബകാര്യങ്ങളിലും ഓഫീസ് കാര്യങ്ങളിലുമൊക്കെ അയാൾ വീഴ്ച വരുത്തി. സംഭവിക്കാൻ പോകുന്ന പല ദുരന്തങ്ങളും അയാൾ നേരിൽ കണ്ടു. ഭദ്രൻ രതീഷിനോട് പറഞ്ഞു. കഥ കേട്ടുകഴിഞ്ഞതും രതീഷ് പറഞ്ഞു, ഉഗ്രൻ. 3 ദിവസം കഴിഞ്ഞ് രതീഷ് വീണ്ടും ഭദ്രനെ കാണാൻ വന്നു. ഒരു സ്വർണ്ണ നാണയം ഭദ്രൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സ്വർണമായിക്കോട്ടെ എൻ്റെ അഡ്വാൻസ്. ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, എൻ്റെ മകളുടെ പേരിൽ, ഭദ്രൻ പറഞ്ഞു. അതിനെന്താ, പക്ഷെ ഒരു പ്രശ്നമുണ്ട് രതീഷ്, നീ ഈ കഥാപാത്രത്തിന് ചേരില്ല. പകരം മമ്മൂട്ടിയെയാണ് കുറച്ചും കൂടി ചേരുന്നത്. മമ്മൂട്ടിയുമായി നല്ല സൗഹൃദമുള്ള രതീഷിന് അത് സമ്മതമായിരുന്നു. അങ്ങനെ ഭദ്രൻ അഡ്വാൻസ് മേടിച്ചു. തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചക്കിക്കൊത്ത ചങ്കരനിൽ തന്നെ കാശ് തന്ന് സഹായിച്ച ആർ മോഹനെ ഈ സിനിമയിൽ പാർട്ട്ണറായി രതീഷിൻ്റെ കൂടെ കൂട്ടി. തുടർന്ന് മലയാറ്റൂർ രാമകൃഷ്ണനെ കൊണ്ട് തിരക്കഥാ സംഭാഷണം എഴുതിക്കാൻ ഭദ്രൻ നിശ്ചയിച്ചു. 15 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് റെഡിയാക്കാമെന്ന് മലയാറ്റൂർ വാക്കുകൊടുത്തു. ഗീത, ശോഭന, സുകുമാരി, രതീഷ്, MS തൃപ്പൂണിത്തറ, ദേവൻ, KP ഉമ്മർ തുടങ്ങിയവരെ താരങ്ങളായി നിശ്ചയിച്ചു. ഛായാഗ്രാഹകനായി ആനന്ദക്കുട്ടനെയും എഡിറ്ററായി മണിയെയും നിശ്ചയിച്ചു. ചിത്രത്തിൽ സ്പെഷ്യൽ ഇഫക്റ്റിന് പ്രാധാന്യം നൽകണമെന്ന് കഥയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ തന്നെ ഭദ്രൻ നിശ്ചയിച്ചു. ഇറ്റലിയിൽ ഒരു പരസ്യ കമ്പനിയിൽ ജോലിയുള്ള സുഹൃത്ത് വന്നപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഭദ്രൻ ഓർത്തു. സുഹൃത്തുമായി സംസാരിച്ച ശേഷം ഭദ്രൻ പ്രസാദ് സ്റ്റുഡിയോയിൽ ചെന്നു. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കി. പ്രസാദുകാർക്കും താല്പര്യമായിരുന്നു. 1 മാസത്തോളം അവിടെ ചെലവഴിച്ച ശേഷം ഭദ്രനും സുഹൃത്ത് ഉബൈദും കൂടി മലയാറ്റൂരിനെ കണ്ട് സ്ക്രിപ്റ്റ് വാങ്ങി. സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ മലയാറ്റൂർ ഭദ്രനോട് പറഞ്ഞു, എടോ, ഇത് താൻ എഴുതിയാൽ നന്നായിരിക്കും. പുതിയ ടെക്നിക്കുകളൊക്കെ തനിക്ക് വശമുള്ളൂ. എന്തായാലും കൊണ്ടുപോയി വായിച്ചു നോക്ക്. ഇത് പറഞ്ഞപ്പോൾ തന്നെ സ്ക്രിപ്റ്റ് നല്ലതാണോ എന്നൊരു സംശയം ഭദ്രന് തോന്നിയിരുന്നു. പക്ഷെ ചില സ്വകാര്യ പ്രശ്നങ്ങളെ തുടർന്ന് വിഷമത്തിലായിരുന്ന ഭദ്രൻ അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചില്ല. നന്നായിട്ടുണ്ടാകുമെന്നാണ് ഭദ്രൻ കരുതിയത്. ഷൂട്ടിങ്ങിന് 20 ദിവസം ബാക്കി നിൽക്കെ അദ്ദേഹം സ്ക്രിപ്റ്റ് എടുത്തു. ഉബൈദാണ് സ്ക്രിപ്റ്റ് വായിച്ചത്. ഓരോ പേജ് മറയ്ക്കുമ്പോഴും ഭദ്രൻ മരവിക്കാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് ചുറ്റും പ്രളയമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം താൻ പറഞ്ഞുകൊടുത്ത കൃഷ്ണൻ വന്താച്ച് എന്ന ഡയലോഗ് മാത്രമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഒപ്പം ഒരു വിശദീകരണം. അരിപ്പൊടിക്കോലത്തിൽ ചവിട്ടി ഓടിപ്പോകുന്ന ഒരു കുട്ടിക്കൃഷ്ണൻ്റെ കാൽപാദങ്ങൾ സൂര്യനാരായണൻ്റെ മുറിയിലേക്ക്. ഭദ്രനും ഉബൈദും കൂടി നേരെ ഭാരത് ടൂറിസ്റ്റ് ഹോമിലേക്ക് പോയി. അവിടെ ഇരുന്ന് ആദ്യാവസാനം സ്ക്രിപ്റ്റ് മാറ്റി എഴുതി. മദ്രാസ് ആയിരുന്നു പ്രധാന ലൊക്കേഷൻ. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. അതോടെ അപശകുനങ്ങളും.
മൂന്നാം ദിവസം ഒരു പല്ലിയുടെ വാൽ മുറിഞ്ഞു വീഴുന്ന രംഗം ചിത്രീകരിക്കുവാൻ തുടങ്ങിയതിലായിരുന്നു തുടക്കം. അതിനുശേഷം മമ്മൂട്ടിയുടെ കൈ മുറിഞ്ഞു. ആഴത്തിലുള്ള മുറിവായിരുന്നതിനാൽ 1 മാസത്തോളം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു അപകടം. 16 നിലയിൽ പണി നടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. മമ്മൂട്ടിക്ക് ഷോട്ട് പറഞ്ഞു കൊടുക്കാൻ ഭദ്രൻ ലിഫ്റ്റിനടുത്തേക്ക് ഓടി. ലിഫ്റ്റിൻ്റെ കവറിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതോർക്കാതെ ലിഫ്റ്റിനടുത്തേക്ക് ഓടിയ ഭദ്രൻ ഒരു കാലടിയുടെ വ്യത്യാസത്തിൽ ലിഫ്റ്റിൻ്റെ ഭിത്തിയിൽ ഇടിച്ചു നിന്നു. താഴെ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ പ്രതിച്ഛായ കണ്ടതാണ് ഭദ്രൻ രക്ഷയായത്. അതുപോലെ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ച ഒരു മാരുതി വാൻ 4 കരണം മറിഞ്ഞ് ഭദ്രൻ്റെ ദേഹത്ത് തട്ടി നിന്നു. 4 എന്നത് 5 ആയിരുന്നെങ്കിൽ ഭദ്രൻ്റെ പൊടി പോലും കിട്ടില്ലായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ രതീഷും വിതരണക്കാരനായ ഗുഡ് നൈറ്റ് മോഹനും ഭദ്രനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. മോഹൻ രതീഷിൻ്റെ കയ്യിലാണ് പണം നൽകുന്നത്. പക്ഷെ പണം ആവശ്യം വരുമ്പോൾ രതീഷിൻ്റെ കയ്യിൽ കാണില്ല. ഒടുവിൽ അന്വേഷണമായി. ഭദ്രൻ്റെ കുഴപ്പം കൊണ്ടാണ് പണം ആവശ്യമില്ലാതെ ചെലവാങ്ങുന്നതെന്ന് രതീഷ്. അതുകൊണ്ട് സംവിധായകനെ മാറ്റണമെന്നും രതീഷ് ആവശ്യപ്പെട്ടു. ഇനിയുള്ള കാര്യങ്ങൾക്ക് മോഹൻ നേരിട്ട് പണം മുടക്കിക്കൊള്ളാമെന്ന കരാറിൽ അത് ഒത്തുതീർപ്പായി. ഒരു പാട്ടേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പൂവച്ചൽ ഖാദർ എഴുതി MS വിശ്വനാഥൻ ഈണം നൽകി S ജാനകിയും ജയചന്ദ്രനും പാടിയ ചലനം ജ്വലനം എന്ന ഗാനം. 2ാം ഷെഡ്യൂളിൻ്റെ ചിത്രീകരണ സമയത്ത് ആനന്ദക്കുട്ടൻ മറ്റൊരു ചിത്രത്തിൻ്റെ വർക്കിലായിരുന്നു. അങ്ങനെ മധു അമ്പാട്ട് അയ്യർ ദ ഗ്രേറ്റിൻ്റെ ഛായാഗ്രഹണം ഏറ്റെടുത്തു. അയ്യർ ദ ഗ്രേറ്റിലെ ഏകദേശം 60% ഷോട്ടുകൾ ഗ്രാഫിക്സ് ആയിരുന്നു. അന്നത്തെ അവസ്ഥയിൽ ഗ്രാഫിക്സ് ഷൂട്ട് ചെയ്ത് ഫിലിമിലേക്ക് വരുത്താനുള്ള സാങ്കേതികത മലയാള സിനിമയ്ക്കില്ല. ഇതിന് ഭദ്രൻ കണ്ടുപിടിച്ച വഴി ഏറെ ശ്രദ്ധേയമാണ്. ഗ്രാഫിക്സ് ഷോട്ടുകൾ ഹൈ റെസൊല്യൂഷനിൽ സ്ക്രീൻ ചെയ്ത് എന്നിട്ട് സ്ക്രീൻ ചെയ്ത ഇമേജുകൾ ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് സിനിമയിൽ ചേർത്തു. മധു അമ്പാട്ടിനെ കൂടാതെ സരോജ് പാടി എന്ന ക്യാമറാമാനും സ്പെഷ്യൽ ഇഫക്ട്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം ടെക്നിക്കും കലാസംവിധാനവും ഒത്തിണങ്ങി പ്രവർത്തിച്ച ആദ്യ മലയാള സിനിമയാണ് അയ്യർ ദ ഗ്രേറ്റ്. രാജീവ് അഞ്ചലായിരുന്നു സിനിമയുടെ ആർട്ട് ഡയറക്ടർ. സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനുണ്ടാകുന്ന ഹാലുസിനേഷനുകൾ ദൃശ്യവൽക്കരിക്കുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. സാൽവദോർ ദാലിയുടെ പെയിൻറ്റിങ്ങുകൾ ഭദ്രനും അതുപോലെ തന്നെ രാജീവ് അഞ്ചലിനും വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഡാലിയുടെ പ്രസിദ്ധ പെയിൻറ്റിംഗ് ആയ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി അഥവാ മെൽറ്റിംഗ് ക്ലോക്സ് ഹാലുസിനേഷൻ സീനിൽ ഉപയോഗിക്കാമെന്ന് ധാരണയായി. അതിനുവേണ്ടി രാജീവ് മെഴുകിൽ തീർത്ത ഒരു ക്ലോക്ക് ഉണ്ടാക്കി. അതിൻ്റെ പിറകിൽ ഒരു ഹീറ്റർ വെച്ച് അത് ഉരുക്കി. അതുപോലെ തന്നെ വേറൊരു സീനാണ് ശംഖ് പിടിച്ചിരിക്കുന്ന കൈയുള്ള ഒരു പ്രതിമ അനങ്ങുന്നത്. ഇതിനുവേണ്ടി മാത്രം രാജീവ് ഒരു ടേബിൾ ഡിസൈൻ ചെയ്തു. അതിനകത്ത് ഒരാൾക്കിരിക്കാൻ പാകത്തിന് സ്ഥലമുണ്ടാക്കി. എന്നിട്ടൊരു ആർട്ട് അസിസ്റ്റൻറ്റിനെ വിളിച്ച് അയാളുടെ കൈ മുഴുവൻ മെറ്റാലിക് പെയിൻ്റ് അടിച്ചു. കയ്യിലൊരു ശംഖും ഒരു പല്ലിയുടെ രൂപവും വെച്ചു കൊടുത്തു. തുടർന്ന് അയാളെ ടേബിളിനകത്ത് കയറ്റി ഇരുത്തി കൈ ടേബിളിൽ സജ്ജമാക്കിയ വിടവിലൂടെ പുറത്തേക്ക് കാട്ടി. സിനിമയിൽ ഒരു പ്രത്യേക സീൻ എത്തുമ്പോൾ പ്രതിമ രൂപത്തിലുള്ള ഈ കൈ അനങ്ങുന്നതും സൂര്യനാരായണൻ അത് കണ്ട് ഭയപ്പെടുകയും ചെയ്യുന്നതാണ് സീൻ. അതുപോലെ മറ്റൊരു സീനാണ് പെരുമൺ ദുരന്തം. ഈ സീനിനു വേണ്ടി ട്രെയിനിൻ്റെ മിനിയേച്ചർ ചെയ്യണമായിരുന്നു. ഇതിനുവേണ്ടി രാജീവ് അഞ്ചൽ 3 മാസത്തോളം അഹോരാത്രം പ്രയത്നിച്ചു. മിനിയേച്ചർ ഉണ്ടാക്കി. ഈ മിനിയേച്ചർ സീൻ ഷൂട്ട് ചെയ്യാൻ വന്നത് ഇന്ത്യയിലെ തന്നെ ഒരു കാലത്തെ പ്രസിദ്ധ ക്യാമറാമാനും സംവിധായകനുമായ വിൻസെൻ്റ് മാഷാണ്. അദ്ദേഹത്തിന് മിനിയേച്ചർ ഷൂട്ട് ചെയ്ത് നല്ല ശീലമുള്ളതുകൊണ്ടാണ് വേറെ ക്യാമറാമാൻ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ചത്. ട്രെയിനിൻ്റെ മിനിയേച്ചർ കണ്ട വിൻസെൻ്റ് മാഷ് രാജീവിനെ ഏറെ പ്രശംസിക്കുകയും ചെയ്തു. 1990 മധ്യത്തോടെ അയ്യർ ദ ഗ്രേറ്റ് തിയേറ്ററുകളിലെത്തി. പക്ഷേ റിലീസായി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ ആള് കയറി തുടങ്ങിയത്. കേരളത്തിൽ ജനം കയറി തുടങ്ങിയപ്പോൾ ഒരിക്കൽ രതീഷ് R മോഹനെ വിളിച്ചു. അയ്യർ ദ ഗ്രേറ്റിൻ്റെ മദ്രാസിലെ വിതരണാവകാശം ആവശ്യപ്പെട്ടു. മോഹൻ സമ്മതിച്ചു. മദ്രാസ് സഫയർ തിയേറ്ററിൽ അയ്യർ ദ ഗ്രേറ്റ് പ്രദർശനത്തിനെത്തി. അവിടെ ആദ്യ ഷോ കാണാൻ രതീഷും ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് രതീഷ് നേരെ ഭദ്രൻ്റെ വീട്ടിൽ ചെന്നു. ഭദ്രൻ്റെ കൈ രണ്ടും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഞാൻ കാരണമുണ്ടായ എല്ലാ ബുദ്ധിമുട്ടിനും ക്ഷമിക്കണം. സഫയറിൽ ചിത്രം പ്രദർശനം തുടങ്ങിയപ്പോൾ തന്നെ നല്ല ജനപ്രീതി നേടിയെടുത്തു. ഇങ്ങനെയൊരു സിനിമ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ലെന്നും കേരളത്തിലെങ്കിലും ഉണ്ടായല്ലോ എന്നും വരെ തമിഴ് പത്രങ്ങൾ എഴുതി. സഫയറിൽ ചിത്രം 100ാം ദിവസത്തോടടുക്കുമ്പോൾ അയ്യർ ദ ഗ്രേറ്റ്
എന്ന പേര് പ്രശ്നമായി. 1 ഇയർ ജാതിക്കാരാണ് പ്രശ്നവുമായി മുന്നോട്ട് വന്നത്. അവർ സ്ക്രീനിൽ മഷി നിറച്ച ബലൂണുകൾ എറിഞ്ഞു. പോസ്റ്ററുകളിലും കട്ടൗട്ടിലും ഗ്രേറ്റ് എന്നത് ചാക്കുകൊണ്ട് പൊതിഞ്ഞു വച്ചു. പല ജാതിക്കാരുള്ള ഇന്ത്യയിൽ അയ്യർമാർ മാത്രം എങ്ങനെ ഗ്രേറ്റ് ആകും എന്നായിരുന്നു അവരുടെ ചോദ്യം. ഒടുവിൽ 1 ഇയർ സമുദായത്തിൻ്റെ നേതാവ് ഡോക്ടർ എസ് രാമദോസിനെ ഭദ്രൻ നേരിട്ട് കണ്ടു. എല്ലാ അയ്യർമാരും ഗ്രേറ്റ് ആണ് എന്നല്ല അയ്യർ ദ ഗ്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കഴിവുള്ള ഒരു അയ്യരുണ്ടായിരുന്നു, ആ അയ്യരാണ് ഗ്രേറ്റ് എന്നാണ് ഉദ്ദേശിച്ചതെന്നും ഭദ്രൻ പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം അവസാനിപ്പിച്ചു. അതിവേഗത്തിലുള്ള സങ്കീർണമായൊരു ത്രില്ലർ ചിത്രമായിരുന്നു അയ്യർ ദ ഗ്രേറ്റ്. അതിലെ ഓരോ സീനുകളും മികച്ച രീതിയിൽ കോർത്തിണക്കിയതിന് MS മണിക്ക് ആ വർഷത്തെ മികച്ച എഡിറ്റർക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. മറ്റൊരു ഹിറ്റ് ചിത്രത്തിൻ്റെ ചരിത്രവുമായി ഹിറ്റുകളുടെ കഥയിൽ നമുക്ക് വീണ്ടും കാണാം.